ഞങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടത്? ഗുരു പെട്ടെന്ന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഗുരു അതിന് പകരം എന്ത് ചെയ്തു? 4 മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. 4 മനുഷ്യരൂപങ്ങൾ. ഒന്ന് കല്ലുകൊണ്ടൊരു മനുഷ്യരൂപം, അത് കഴിഞ്ഞിട്ട് സ്പോഞ്ച് അറിയുമല്ലോ, നമ്മുടെ ബെഡ് ഉണ്ടാക്കുന്ന ഫോം, സ്പോഞ്ച് കൊണ്ടൊരു മനുഷ്യരൂപം. പിന്നെ 3ാമത് ചെളി കൊണ്ടൊരു മനുഷ്യരൂപം. 4ാമത് പഞ്ചസാര കൊണ്ടൊരു മനുഷ്യരൂപം. ഇങ്ങനെ 4 മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി 4 ജാറിൽ നിറച്ച് വെള്ളം നിറച്ചിട്ട് ഓരോ ചരടുകളെയും കോർത്ത് ഈ 4 മനുഷ്യരൂപങ്ങളെയും വെള്ളത്തിൽ താഴ്ത്തി. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അല്പനേരം കാത്തിരിക്കും എന്ന് പറഞ്ഞു. അല്പസമയം കഴിഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ 4 ചരടുകളും ഉയർത്തി നോക്കാമെന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചു? ആദ്യം ഉയർത്തിയത് കല്ല് മനുഷ്യനെ കെട്ടിയിടുന്ന ചരട് ഉയർത്തി നോക്കി. കല്ല് മനുഷ്യനെ ഉയർത്തി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചിരിക്കുക? കല്ല് മനുഷ്യന് സംഭവിച്ചിരിക്കും, വെള്ളത്തിന് എന്ത് സംഭവിച്ചിരിക്കും അറിയോ? മക്കൾക്ക് ആർക്കും അറിയോ? ഒരു കല്ല് മനുഷ്യൻ, ഒരു കല്ല് വെള്ളത്തിൽ ഒന്നും സംഭവിക്കില്ല. കല്ല് പോലെയുണ്ട്, വെള്ളം പോലെയുണ്ട്. കല്ലിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, വെള്ളത്തിനൊന്നും നഷ്ടപ്പെട്ടില്ല. കല്ല് പോലെയും വെള്ളം പോലെയും ഉണ്ട്. 2ാമത് ഉയർത്തിയത് ഏതാണ്? സ്പോഞ്ച് മനുഷ്യന്. എന്താ സംഭവിച്ചിരിക്കുക? സ്പോഞ്ച് മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്ന വെള്ളം മുഴുവൻ സ്പോഞ്ച് മുഴുവൻ കുടിച്ചിട്ട് വെള്ളം ഉണ്ടായിരുന്നതിന്റെ കാൽഭാഗമായി സ്പോഞ്ച് കുതിർന്നു. 3ാമത് ഉയർത്തിയത് ഏതാ? ചെളി മനുഷ്യൻ. മട്ടുകൊണ്ടുണ്ടാക്കിയ ചെളി മനുഷ്യനെ ഉയർത്തി. എന്താ സംഭവിക്കുക? ഉയർത്തി കഴിഞ്ഞപ്പോൾ ചരട് മാത്രമേ ഉള്ളൂ, മനുഷ്യനില്ല. പക്ഷെ വെള്ളം മുഴുവൻ ചെളിമയമായി കലങ്ങി ദുർഗന്ധപൂരിതമായി. ഈ ചെളി മുഴുവൻ വെള്ളത്തിൽ കലങ്ങി വെള്ളം പൂർണ്ണമായും ദുർഗന്ധപൂരിതമായ അവസ്ഥ. മനുഷ്യൻ പൂർണ്ണമായിട്ടും ഇല്ലാതായി. 4ാമത് ഉയർത്തിയത് പഞ്ചസാര മനുഷ്യന്. എന്താ? ചെളി മനുഷ്യൻ ഉയർത്തിയതുപോലെ തന്നെ ചരട് മാത്രമേ ഉള്ളൂ. പക്ഷേ വെള്ളം എന്തായി? വെള്ളത്തിന്റെ ഓരോ തന്മാത്രയിലും മധുരം നിറഞ്ഞ് വളരെ മധുരതരമായ വെള്ളം. ഇതെന്ന് ഗുരു പറഞ്ഞു, നിങ്ങൾ പഞ്ചസാര മനുഷ്യരാകുക, നിങ്ങൾ സമൂഹത്തിൽ പഞ്ചസാര മനുഷ്യരാകുക എന്ന് വെച്ചാൽ നിങ്ങൾ കല്ല് മനുഷ്യനാകരുത്. കാരണം നിങ്ങളെ കൊണ്ട് സമൂഹത്തിന് ഒരു ഗുണമുണ്ടാകുന്നില്ല, സമൂഹത്തിൽ നിങ്ങൾ ഒന്നും സ്വീകരിക്കുന്നില്ല. അങ്ങനെ വെറുതെ ഒരു പ്രതികരണവും ഇല്ലാതെ കല്ല് മനുഷ്യരായിട്ട് കിടക്കുക. വെറുക്കുന്ന സ്പോഞ്ച് മനുഷ്യരാകരുത്. അതുപോലെ തന്നെ നിങ്ങൾ ചെടി മനുഷ്യരാകരുത്. കാരണം നമ്മുടെ ദുർഗന്ധങ്ങൾ മുഴുവൻ, നമ്മുടെ ദുശീലങ്ങൾ മുഴുവൻ, നമ്മുടെ ദുസ്വഭാവങ്ങൾ മുഴുവൻ സമൂഹത്തേക്ക് കടത്തിവിട്ട് സമൂഹത്തെ ദുഷിപ്പിച്ച് നമ്മൾ സ്വയം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് പോകരുത്. പകരം നിങ്ങൾ പഞ്ചസാര മനുഷ്യരാകുക. നമ്മുടെ സദ്ഗുണങ്ങൾ കൊണ്ട്, നമ്മുടെ നല്ല സ്വഭാവം കൊണ്ട് സമൂഹത്തെയും നമ്മൾ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കുക, നമ്മൾ സ്വയം ഇല്ലാതാവുക. പക്ഷെ നമുക്കറിയാം, ഇന്നിപ്പോ നിങ്ങളോട് ഞാൻ പറയുന്നില്ല നമ്മൾ പൂർണ്ണമായി അങ്ങോട്ടങ്ങ് പഞ്ചസാര മനുഷ്യനാകാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. കാര്യം ഇതൊരു പ്രത്യേക ഒരു കാലാവസ്ഥയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും കല്ല് മനുഷ്യൻ പഞ്ചസാര മനുഷ്യരാകും, യാതൊരു സംശയം വേണ്ട. അപ്പോൾ